അങ്ങോട്ട് ചേട്ടൻ പതുക്കെ മോനെ ഈ നമുക്ക് ചേരുന്നതേ ഇടാവൂ. ഇത് വല്ലവരുടെ പാന്റ് വാങ്ങിച്ചിട്ടാ ഇങ്ങനെ ഇരിക്കും. ഇത് നല്ലതാട്ടോ. അല്ല നല്ലതാണ്, പക്ഷെ സൈസ് വലുതാണ്. അതല്ല ഇത് സ്റ്റൈല്. ഇവൻ ഇപ്പൊ ഉടുത്തിരിക്കുന്നത് ഇവിടെ മനസ്സിലായില്ലേ? പിന്നെ എം ജി സാറേ എന്റെ കാണാനായിട്ട് പിന്നെ ബിന്നി ആന്റിയും അവര് ഉരുകിയിരിക്കുക നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. എന്നാലും നീ പറഞ്ഞു ആശ്വസിച്ചു. ബിന്നി ആന്റി ഏതാടാ ബിന്നി ആന്റി? ഇതുകൊണ്ട് കണ്ണാടി വെച്ച് എടാ പേര് പോലത് ബീന അല്ലേ? എനിക്കറിയാം ബീന ആന്റി. ബീന ആന്റി എന്ന് പറഞ്ഞപ്പം ഞാനല്ല. ആരാ ഇവരൊക്കെ? ഇവന്റെ സ്വഭാവം മുഴുവൻ പറഞ്ഞു ആരും മിണ്ടുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് വന്നതല്ലാത്ത പോലെ ഇരിക്കുക. എന്തിനാണ് ഇന്ന് വന്നേന്നുള്ള രീതിയിലാണ്. പിന്നെ രഞ്ജിത ആന്റി. ഞാനല്ല. പിന്നെ വൈഷ്ണവാവനും വരുൺ മാവനും. അനങ്ങണ്ട അങ്ങനെ തന്നെ ഇരുന്നു. അതാവുമ്പോ മനസ്സിലായില്ല. നോക്കണേ ഇല്ല. ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അവൻ പാടുമ്പോ ഇടുവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എങ്ങനെയാണെന്നറിയില്ല. അതെ ഇന്നത്തെ അറിഞ്ഞൂടാ ഇതുവരെ. ഏത് പാട്ടാണ്? രാജീവം വിടരും നിൻ മിഴികൾ. ഡീറ്റെയിൽസ്. പടം ബെൽറ്റ് മത്തായി. വർഷം 1983. പാടിയത് കെ ജയശുദാസ് സാറ്. ലിറിക്സ് അതൊന്ന് കൂട്ടി വയ്ക്കാൻ പൂവച്ചൽ ഖാദർ സാറ്. മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ. തുടങ്ങാം. ബെൽറ്റ് മത്തായി. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ പോവാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. രാജീവം വിടരും നിൻമിഴികൾ. കാശ്മീരം മുതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻമിഴികൾ. കാശ്മീരം മുതിരും നിൻ ചൊടികൾ. എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻ മിഴികൾ. കാശ്മീരം മുതിരും നിൻ ചൊടികൾ. എന്നിൽ പൂക്കുമ്പോൾ
സൂപ്പർ സൂപ്പർ ചക്കരെ കലക്കിട മുത്തേ. ഇടയ്ക്കൊരു കള്ള നോട്ടം. ആരെ നോക്കിയാടാ നീ പാട്ട് പാടിയേ? റിമി ചേച്ചി. അയ്യോ ചക്കര. അതാണ് ഈ ഇങ്ങനെ പ്രശ്നം പറ്റിയത് നമ്മളെ ആരും കേട്ടോ. നോക്കത്തില്ല. അല്ല അതാണ് പ്രശ്നം പറ്റിയത്. പക്ഷെ എന്താണല്ലോ ഉണ്ടല്ലോ, നീ ഭയങ്കര സന്തോഷം കിട്ടി. ആ. അതായത് നീ ഫുള്ള് തൊട്ട് എനിക്കറിയാം അതിന്റെ ഓരോ വരിയിലും നീ ഭയങ്കര എൻജോയ് ചെയ്ത് ആ വരികൾ എന്തോ എന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും അല്ല, പക്ഷെ എനിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ല ആയിരിക്കാം. ആയിട്ടില്ല. മക്കളെ എന്തോ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മോൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടാമായിരുന്നു. അതെ അതെ. രാജീവം വിടരും നിൻമിഴികൾ, ആ തുടക്കം ഉണ്ടല്ലോ, തുടക്കം അത് സെക്കൻഡ് ടൈമും ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, നീ കണ്ടില്ല, ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്ന്. അത് പോയി. അത് ഈ അരികിൽ വരാൻ എങ്ങനെ ആ നോട്ട്സിൽ കൃത്യമായിട്ട് പാടും. പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി, പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി, അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം. അത് ഒന്നുകൂടെ കടിച്ചു പിടിച്ചൊന്ന് പാടിക്ക്. അരികിൽ വരാൻ അങ്ങനെ അച്ചിച്ച പച്ച അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഒരു സ്വരമായി ഒരു അത് പാടിയിട്ട് ഒരു സ്വരമായി ഒരു ലയമായി, അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം. അങ്ങനെ കുറച്ചൊരു അത് എന്ന് വെച്ചാൽ ഒരുപാടല്ല, അത് ആ മിതമായ താളത്തിൽ രീതിയിൽ. റിത്തമാറ്റിക് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ നോട്ട്സ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് തെന്നിപ്പോയി. പിന്നെ അത് മറ്റേ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ചെയ്യിക്കായിരുന്നു. എന്താണ് നീ എങ്ങനെയാടാ ഇങ്ങനെ ആയിപ്പോയത് നമ്മള് വിചാരിച്ചു. അത് ദാസേട്ടന്റെ സ്റ്റൈലാണത്. അത് കുറച്ചൊക്കെ അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ ദാസേട്ടന്റെ ആ ശബ്ദത്തിൽ അങ്ങനെ പാടുമ്പോ നന്നായിരിക്കും. ഞങ്ങൾ പാടി കേൾപ്പിക്കട്ടെ. ഇവൻ എങ്ങനെയാ പാടിയത്? രാജീവൻ തൊട്ട് ആദ്യമൊക്കെ മര്യാദയ്ക്ക്. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ. അത് അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്. പക്ഷെ നീ അത് എടുത്തിട്ടിട്ട് അങ്ങനെ അയക്കണം. പക്ഷെ രണ്ടാമത് വന്നപ്പോ കുറച്ച് പിടിച്ചു. അതെ അതെ. അതെല്ലാരും ചിരിക്കുന്ന കണ്ടു. ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചു. അപ്പൊ അത് വലിയ കുഴപ്പമില്ലാതായി. ഇത്രയൊക്കെയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നീ ഫിനാലെയാണ് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ശകലം പോലും പോകാൻ പാടില്ല. ഏറ്റവും അടുത്ത പാട്ടില് ഒരു ഇഞ്ച് പോലും തെറ്റാൻ പാടില്ല. സത്യം സത്യം. കേരേട്ടാ എന്തോ എന്തായാലും നല്ല സെലക്ഷനാണ് പാട്ടിന്റെ. ഭൂരിഭാഗം ആദ്യം ഒരു അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഒരു മൊത്തത്തിലൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു പാട്ടിൽ. ഈ കമ്പോസിങ് അങ്ങനത്തെയാണ്. രവീന്ദ്ര മാഷ് ദാസേട്ടൻ കോമ്പിനേഷൻ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഇപ്പൊ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടെന്നേ ഉള്ളൂ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ചേരണം, കുറച്ചുകൂടി കൺട്രോൾ വേണം. ആ സംഭവമൊക്കെ ദാസേട്ടൻ പാടിയ പോലെ പാടി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കുറച്ചും കൂടി ആ രണ്ടാമത് പാടിയപ്പോൾ കറക്റ്റ് ആയിരുന്നു, അതിന്റെ കറക്റ്റ് അളവിൽ വന്നു. പിന്നെ അരികിൽ വരാൻ അനുമതി നീ അരുളൂ അരുളൂ, അതിന്റെ ബേസ് കിട്ടണം. എപ്പോഴും കിട്ടുന്നില്ല, ചില സമയത്ത് അത് കിട്ടുന്നില്ല. അല്ല, ഏറ്റവും അവസാനത്തെ പല്ലവിൽ അത് കിട്ടിയില്ല. അതെ, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി സ്വരങ്ങളൊക്കെ പാടിയത് നന്നായിരുന്നു കേട്ടോ. രസമായിട്ട് പാടി. അത് ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കുറെ നേരമായിട്ട് ആ സ്വരങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് നോട്ട് തെറ്റിയോന്നുള്ളൊരിതുണ്ട്. പക്ഷെ അത് തെറ്റിയില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഈ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോ എന്താ കാരണം? ഫിനാലെ എടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇരുന്ന് പറയും കേട്ടോ. അതെ, അവന് പുല്ലേ മാത്രം. ഫിനാലെ വെള്ളിറങ്ങി പറയുന്നത് ഇതായിരിക്കും. അതെ, ഫിനാലെ പോലും ഫിനാലെ എന്തോന്ന് ഫിനാലെ. നമുക്ക് എൻജോയ് ചെയ്യാം മക്കളെ എന്നൊക്കെ അവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയും. ദിസ് ഇസ് അവർ ടൈം, കിഡ്സ് ടൈം. നാളെ നമുക്ക് വെക്കേഷൻ കഴിയും, ഇത് നമ്മുടെ വെക്കേഷൻ ആണ്. അല്ല, ഫിനാലെ ആക്കി അവർക്ക്, നമുക്ക് ഇത്രേ ഉള്ളൂ. എനിക്കല്ലായിരുന്നു നീ പറഞ്ഞത്. സത്യം പറ. ഇല്ല ചക്കരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ നിന്റെ ക്യൂട്ട്നെസ്. നീ ഈ പാട്ട് പാടുമ്പോ ഈ പാട്ടിന് എല്ലാവർക്കും ഇഷ്ടാ. പിന്നെ നിന്റെ രീതി, എന്നെ നോക്കി പാടിയത്, അതിന്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് ആണ് കുറെ ശരിക്കും അങ്ങ് പാളിപ്പോയത് അല്ലേ. എന്നിൽ പൂക്കുമ്പോ എന്തോ ഒരു വെള്ളിയിലൊക്കെ ഏതോ വെള്ളിയൊക്കെ അടിച്ചു പോയി. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞു മിസ്റ്റേക്സ് പോലും വരുത്താതെ കേട്ടോ. നമ്മുടെ ചക്കരയുടെ ബന്ധുക്കാരോട് പറയാ, ഞങ്ങളുടെ അത്ര മുഗ്ര ഞങ്ങൾക്ക് ഇഷ്ടം കൂടിയോണ്ട് ഞങ്ങൾ ഇവനോട് മാത്രം ഇങ്ങനെ ഇട്ട് ഈ കളിപ്പിക്കാറുള്ളൂ. അത് അല്ല, അവർക്കൊരു വിഷം പിന്നെ തോന്നില്ല. കാരണം ഇവനോട് മാത്രം നമ്മൾ ഇത്രയും കൂടുതൽ പറയാറുള്ളൂ. ഇങ്ങനെ ചൊറിഞ്ഞ് പിന്നെ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രസമായിട്ട് പാടി. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. രാജീവും വിടരും പലരും പാടി കേട്ടിട്ടുണ്ടെങ്കിലും നീ പാടിയതിൽ ഒരു കുസൃതിയും ഒരു കള്ളനോട്ടവും
ഒരു ഫീലും പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. Thank you. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 98 out of 100. താങ്ക് യു സാർ. ആടി ഒരു ബെൽറ്റ് മത്തായി പൂക്കുറ്റി. താങ്ക്